കൂട്ടുകാരെ, നമുക്ക് ഇന്ന് ഒരു ഇഡ്ഡലി ഉണ്ടാക്കാൻ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കണക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കിയാലോ. ഇന്ന് എന്താണ് ഇത് ഉഴുന്നാണ്. ഉഴുന്ന് വെള്ളത്തിലിട്ടിരിക്കുക. അതായത് നമ്മുടെ കണക്ക് പറയുകയാണെങ്കിൽ ഇത് നാഴി ഉഴുന്നാണ് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുന്നത്. നാഴിയും ഒരു ശകലം, ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു ശകലം ഉഴുന്നും കൂടി ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അരിയുടെ കണക്കാണെങ്കിൽ അരി നമ്മുടെ ഇടങ്ങഴി അരി, അതായത് 4 നാഴി. ഉഴുന്ന് ഒരു നാഴിയാവുമ്പം അരിയെ സംബന്ധിച്ച് 4 നാഴിയാണ്. അത് ഞാൻ ഇട്ടിരിക്കുന്ന വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 നാഴി പച്ചരിയും 1 നാഴി ചാക്കരി, അതായത് നമ്മുടെ ജയ മൈത്രി പോലുള്ള നല്ല അരി, അതങ്ങനെയാണ് കണക്കിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഈ അരി ഇടുന്നതിന് പകരം, ചാക്കരി ഇടുന്നതിന് പകരം അവർ ഇങ്ങനെ നമ്മുടെ ചോറില്ലേ, നമ്മൾ വേവിച്ച ചോറ് കുറച്ച് ഇട്ട് അരയ്ക്കാറുണ്ട്. അത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ. ഞാനിത് ഗ്രൈൻഡറിലാണ് ഇന്ന് അരയ്ക്കാൻ പോകുന്നത്. അതൊന്നുകൂടെ ഒന്ന് കുതിരണം. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അരയ്ക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അങ്ങനെ നമ്മുടെ ഉഴുന്ന്, നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ഉഴുന്ന് നമ്മുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ചു. ഇനി നമുക്ക് സ്വിച്ച് ഒന്നിട്ട് ഒന്ന് അരയ്ക്കാം. അപ്പം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് നമ്മുടെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശമാവ് ഇങ്ങനെ പുളിച്ച് പൊങ്ങി വന്നിരിക്കുന്ന കണ്ടോ. ഇത് പകുതി സ്ഥലവേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത് പുളിച്ചതായി. ഇപ്പം രാവിലെ നോക്കിയപ്പോൾ ഇത് പുളിച്ച് പൊങ്ങി വന്നിരിക്കുന്നത് കണ്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് സാമ്പാറാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരുന്ന മാവ് നല്ലതായിട്ട് കൂട്ടി ഉപ്പൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്പോഞ്ച് പോലെ ഇഡ്ഡലിയാണ്. ഇത് നമുക്കിത് ഇളക്കണം. ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ ഇഡ്ഡലിക്ക്. നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാമ്പാർ തയ്യാറാക്കാൻ പോവാം. അതിനായിട്ട് കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കായം ഇത്രയും ചേർത്തു. അതേപോലെ തന്നെ അതിലേക്ക് ആവശ്യമായ തുമര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി തുമര ഒന്ന് കഴുകി ഇതിലേക്ക് ഇട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് പോകാം. ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സാധാരണ സാമ്പാറൊക്കെ വെക്കുമ്പം മുളക് മസാലയൊക്കെ വറുത്തിടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ മസാലയൊന്നും വറുക്കത്തില്ല. ഞാൻ ആദ്യം ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഒരു നുള്ളി ഇടും കേട്ടോ. എല്ലാവരും ഇടയില്ലാന്ന് തോന്നുന്നു. ഒരു നുള്ളി മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി. ഞാൻ നേരിട്ടിടുക മല്ലിപ്പൊടി. സാധാരണ ഞങ്ങൾ നേരത്തെ ഒന്നും നമ്മുടെ സാമ്പാർ പൊടി ഇടില്ലായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഞാൻ ഓരോ ആൾക്കാർ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ സാമ്പാർ പൊടി കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. കുറച്ച് സാമ്പാർ പൊടി കൂടി ഇടും. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കും. ഓക്കെ, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ സ്പെഷ്യൽ ചെയ്ത സാധനം ഇതിനകത്ത് ഇടും. അത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മുരിങ്ങയിലയാണ്. ഒരു അസാധ്യ ടേസ്റ്റാണ് നമ്മുടെ മുരിങ്ങയില ഇടുമ്പോൾ. ഞാൻ മുരിങ്ങയില ഒന്ന് അതിലേക്കൊന്ന് ഇളക്കിയിടുകയാണ്. പിന്നെ മുരിങ്ങയില കിടന്നു കഴിഞ്ഞാൽ പിന്നെ അധികം നേരമൊന്നും സാമ്പാർ ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഞാൻ വാങ്ങി വെക്കുവാണ്. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കണം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും നമ്മുടെ തേങ്ങ, പച്ചമുളക്, ഇഞ്ചിയൊക്കെ അരച്ച് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണം ഇതാണ്. എല്ലാവർക്കും നമസ്കാരം.